നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഡൽഹി പ്രക്ഷുബ്ധം. കോൺഗ്രസിന്റെയും CJPയുടെയും പ്രതിഷേധം. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ സമരം ചെയ്ത രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അറസ്റ്റിൽ. പ്രതിഷേധം. CJP പ്രവർത്തകർക്കെതിരായ പോലീസ് അതിക്രമത്തിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർത്തിയവരെ ജയിലിലടയ്ക്കുമെന്ന് പ്രധാനമന്ത്രി. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനവും പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഉംറ വിസ നിയമങ്ങളിൽ വൻ ഇളവുകൾ പ്രഖ്യാപിച്ച സൗദി. പുതിയ മൾട്ടിപ്പിൾ എൻട്രി ഉംറ വിസകൾ അനുവദിച്ച് ഹജ്ജ് ഉംറ മന്ത്രാലയം. പുതിയ ഇളവുകൾ പ്രകാരം തീർത്ഥാടകർക്ക് 1 വർഷത്തിനുള്ളിൽ എത്ര തവണ വേണമെങ്കിലും രാജ്യത്തേക്ക് പ്രവേശിക്കാം. ഹജ്ജ് സീസണിൽ ഈ വിസ ഉപയോഗിച്ച് പ്രവേശിക്കാൻ കഴിയില്ല. ഉഭയകക്ഷി ബന്ധത്തിലെ പുരോഗതി വിലയിരുത്തി ഇന്ത്യയും സൗദിയും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സൗദി ഭരണാധികാരികളുമായി കൂടിക്കാഴ്ചകൾ നടത്തി. നിലവിലെ പ്രാദേശിക സാഹചര്യങ്ങളും പരസ്പര താൽപ്പര്യമുള്ള വിഷയങ്ങളും ചർച്ചയായി. ഹോർമുസിൽ കുവൈറ്റ് എണ്ണക്കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കുവൈറ്റ്. ഇറാൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി പ്രതിഷേധക്കുറിപ്പ് കൈമാറി. പരമാധികാരത്തിനും ദേശീയ താൽപ്പര്യങ്ങൾക്കും നേരെയുള്ള ഗുരുതര ലംഘനമെന്ന വിമർശനം. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി വിധിയിൽ ഇടപെട്ട് സുപ്രീം കോടതി. സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിച്ച നടപടി റദ്ദാക്കി. തീരുമാനങ്ങൾ എടുക്കാൻ ബോർഡിന് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന നിർദ്ദേശം നിലനിൽക്കും. പ്രതീക്ഷിച്ച വിധിയെന്ന് ബോർഡ് ചെയർമാൻ KS ഹംസ. ഉത്തരവ് സർക്കാരിന് തിരിച്ചടിയല്ലെന്ന് മന്ത്രി N ഷംസുദ്ദീൻ. കേന്ദ്ര സർക്കാരിനെതിരെയും ഡൽഹിയിൽ അപ്രതീക്ഷിത പ്രതിഷേധവുമായി കോൺഗ്രസും രംഗത്ത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി. CJP സമരത്തിലെ പോലീസ് ലാത്തിചാർജിലും വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ചയിലും പ്രധാനമന്ത്രി നേരിട്ട് മറുപടി പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അനുനയ നീക്കത്തിന് വഴങ്ങാത്തതോടെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ MP-മാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തിൽ പ്രക്ഷുബ്ധമാണ് രാജ്യ തലസ്ഥാനം. പ്രതിപക്ഷം മുൻപോട്ട് വെച്ച വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ സർക്കാർ വഴങ്ങാത്തതോടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് മിന്നൽ പ്രകടനം നടത്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, VD സതീശൻ, DK ശിവകുമാർ തുടങ്ങിയവരും MP-മാരും മുതിർന്ന നേതാക്കളും സമരത്തിൽ അണിനിരന്നു. ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള MP-മാരും പോലീസും തമ്മിൽ വാക്കുതർക്കവും സംഘർഷവും ഉണ്ടായി. കോക്രോച്ച് പാർട്ടിയുടെ സമരത്തിന് നേരെയുണ്ടായ പോലീസ് ലാത്തിചാർജിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നും വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ചയിൽ പ്രധാനമന്ത്രി നേരിട്ട് മറുപടി പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സമരം കടുത്തതോടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സമരവേദിയിലെത്തി രാഹുൽ ഗാന്ധിയുമായി അനുനയ ചർച്ച നടത്തിയെങ്കിലും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലെ സമരം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഇതോടെ സുരക്ഷാ ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. കൂടുതൽ സേനാവിന്യാസം നടത്തി രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് ബലം പ്രയോഗിച്ച് വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. സമരത്തിന് പിന്തുണയുമായി എത്തിയ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും രാജ്യവ്യാപകമായി പ്രതിഷേധം കടുപ്പിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ചോദ്യപേപ്പർ ചോർത്തിയവരെ ജയിലിലടയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും പരീക്ഷകൾ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി NDA യോഗത്തിൽ പറഞ്ഞു. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനവും പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ശക്തമാകുന്നതിനിടെയാണ് NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ ഉത്തരവാദികൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കണമെന്ന് പ്രധാനമന്ത്രി. ഇത്തരം ചോദ്യപേപ്പർ ചോർച്ച തടയേണ്ടത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും വിദ്യാർത്ഥികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പരീക്ഷകളിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു.
Prime Minister had stated very clearly that all those who were involved in paper leaks, in the recent NEET paper leaks, are arrested. 13 of them are put into jail, and Prime Minister desires that these people should be given most stringent possible punishment. And also Prime Minister stressed that to prevent any future leaks for any examination for any state, we must come together to ensure that no matter these people, this gang, these people who are involved in paper leaks, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനമായ ഇന്നും ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടികൾ, അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. രാവിലെ 11 മണിക്ക് ലോക്സഭ ചേർന്ന ഉടൻ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം ആരംഭിച്ചു. നടപടിക്രമങ്ങൾ ആരംഭിച്ച് മിനിറ്റുകൾക്കകം തന്നെ ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 12 മണിവരെ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും ബഹളം തുടർന്നതോടെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. സഭാ നിയമങ്ങൾ അനുസരിച്ച് അംഗങ്ങൾക്ക് വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം ലഭിക്കുമെന്ന് സ്പീക്കർ ഓം ബിർള ഉറപ്പു നൽകിയെങ്കിലും പ്രതിഷേധം അവസാനിച്ചില്ല. രാജ്യസഭയിലും സമാന സാഹചര്യം തന്നെയായിരുന്നു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികൾ ആവർത്തിച്ച് തടസ്സപ്പെടുകയും കാര്യമായ നിയമനിർമ്മാണ നടപടികളൊന്നും പുരോഗമിക്കാതിരിക്കുകയും ചെയ്തു. അതേസമയം ദേശീയവികസനവുമായി ബന്ധപ്പെട്ട സുപ്രധാന ബില്ലുകൾ പരിഗണിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ പ്രതിപക്ഷം സഹകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. പരിഗണനയിലുണ്ടായിരുന്ന 8 ബില്ലുകളിൽ ക്രിയാത്മക ചർച്ച നടത്താൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നും സർക്കാർ അഭ്യർത്ഥിച്ചു. മൺസൂൺ സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിൽ നിർണായകമായ 2 ഭേദഗതി ബില്ലുകളാണ് പരിഗണനയ്ക്കെടുത്തിരുന്നത്. വന്ദേമാതരത്തിന് ദേശീയഗാനത്തിന് തത്തുല്യമായ അംഗീകാരം നൽകുന്നതും സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഒഴികെ 33-ൽ നിന്ന് 37 ഉയർത്താനുള്ള ബില്ലും പരിഗണിക്കാൻ നിശ്ചയിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി വിധിയിൽ സുപ്രീംകോടതി ഇടപെടൽ. സർക്കാർ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലായിരിക്കും വഖഫ് ബോർഡ് പ്രവർത്തനം എന്ന ഭാഗം സുപ്രീംകോടതി റദ്ദാക്കി. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ബോർഡിന് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന നിർദ്ദേശം നിലനിൽക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് ബോർഡ് നൽകിയ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. വഖഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജോയിന്റ് സെക്രട്ടറിയെ അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിച്ച നടപടി റദ്ദാക്കി. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ബോർഡിന് മറ്റൊരു മേൽനോട്ടം ആവശ്യമില്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ തീരുമാനം. എന്നാൽ ഹൈക്കോടതി വിധി പൂർണ്ണമായും റദ്ദാക്കണമെന്ന വഖഫ് ബോർഡിന്റെയും ബോർഡംഗം ഒമർ ഫൈസിയുടെയും ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ബോർഡിന് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന നിർദ്ദേശം നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത്. മുസ്ലിം ഇതര മതസ്ഥരെ ബോർഡിൽ ഉൾപ്പെടുത്തുന്നത് മാത്രമല്ല വിഷയമെന്നും ബോർഡിലെ അംഗങ്ങളുടെ യോഗ്യത ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ടെന്നും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. വഖഫ് ബോർഡിന്റെ ഹർജിക്കെതിരെ BJP നേതാവ് ഷോൺ ജോർജ് തടസ്സ ഹർജി നൽകിയിരുന്നു. കേസിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാൻ കേരള ഹൈക്കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വഖഫ് ബോർഡ് കേസിൽ ഹൈക്കോടതി നിർദ്ദേശം നീക്കിയ സുപ്രീംകോടതി വിധി പ്രതീക്ഷിച്ചതാണെന്ന് ബോർഡ് ചെയർമാൻ KS ഹംസ. ഹൈക്കോടതി നിലവിലുള്ള വഖഫ് ബോർഡിനെ കേട്ടിട്ടില്ല എന്നും ബോർഡിനെ കേട്ടതിന് ശേഷം അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടം ആവശ്യമില്ലെന്ന സുപ്രീം കോടതിയുടെ ഇടപെടൽ വഖഫ് ബോർഡിന് ആശ്വാസമേകുന്നതാണ്. പ്രതീക്ഷിച്ച വിധിയാണിതെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ പറഞ്ഞു. നമ്മളതിലേക്ക് അത്ഭുതമൊന്നുമില്ല, നമ്മളെ പ്രതീക്ഷ തന്നെയാണ്. കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണം അത് ഉമീദ് ആക്ടിനും അഥവാ 2025 വഖഫ് അമെൻമെൻറ്റ് ആക്ടിന് 1995 വഖഫ് ആക്ടിന് ഘടകവിരുദ്ധമായിരുന്നു. അതിൽ പരാമർശിക്കാത്ത, അതിൽ പ്രതിപാദിക്കാത്ത കാര്യമാണ് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് സുപ്രീം കോടതി ലിഫ്റ്റ് ചെയ്തു. നിലവിൽ നയപരമോ പ്രധാനപ്പെട്ടതോ ആയ തീരുമാനങ്ങൾ എടുക്കാൻ ബോർഡിന് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന നിർദ്ദേശം നിലനിൽക്കും. മൂലധന ചെലവുകൾ ഉണ്ടാക്കരുതെന്നും ഹൈക്കോടതി വിധിയിലുണ്ടായിരുന്നു. നിലവിൽ ബോർഡിനെ കേൾക്കാതെയാണ് ഹൈക്കോടതി വിധി പറഞ്ഞതെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞു. ഹൈക്കോടതി അതിൻ്റെ മെറിറ്റിലേക്ക് വരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഞങ്ങളെ കേൾക്കാതെ, ബോർഡിനെ കേൾക്കാതെയാണ് ഹൈക്കോടതി വിധി പറഞ്ഞിട്ടുണ്ടായത്.
ബോർഡിനെ കേട്ട് ഹൈക്കോടതി നാളെ വിധി പറയാനിരിക്കുകയാണ്. അതുകൊണ്ട് ബോർഡ് ഇതിലൊന്നും ഉത്തരവാദിയല്ല. 2016 UDF സർക്കാർ നിയോഗിച്ച വഖഫ് ബോർഡ് 2019 വരെ തുടർന്നിട്ടുണ്ട്. അതുപോലെയുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം വേണമെന്നാണ് ചെയർമാന്റെ വാദം. സംസ്ഥാന സർക്കാർ ഗൃഹപാഠമില്ലാതെ കോടതിയിൽ പ്രവർത്തിച്ചതിന്റെ പ്രശ്നങ്ങളാണ് നിലവിലുള്ളതെന്നും ചെയർമാൻ കുറ്റപ്പെടുത്തി. അതേസമയം കേസും ആരോപണ പ്രത്യാരോപണങ്ങളും നടക്കുന്നതിനിടെ വഖഫ് ബോർഡ് ജുഡീഷ്യൽ സിറ്റിംഗ് കോഴിക്കോട് ഡിവിഷണൽ ഓഫീസിൽ ചേർന്നു. 85ഓളം കേസുകളാണ് വഖഫ് ബോർഡിന് മുന്നിലുള്ളത്. ബോർഡ് ചെയർമാൻ ഉൾപ്പെടെ 6ഓളം അംഗങ്ങൾ സിറ്റിംഗിൽ പങ്കെടുത്തു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. അതേസമയം വഖഫ് ബോർഡ് വിഷയത്തിലെ സുപ്രീം കോടതി ഉത്തരവ് സർക്കാരിന് തിരിച്ചടിയല്ല എന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ത് മോശമാണ്. വിഷയം ഹൈക്കോടതിയിൽ തുടരട്ടെ എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. കേസ് ഹൈക്കോടതിയിൽ ഇനിയും തുടരും. സംസ്ഥാന സർക്കാർ നൽകിയ അഫിഡവിറ്റ് താൻ കണ്ടോ എന്നത് അല്ല പ്രശ്നം. വഖഫ് ബോർഡിന് യോഗം ചേരാം, പക്ഷേ ഇങ്ങനെ ഒരു തർക്കം നിലനിൽക്കുമ്പോൾ യോഗം ചേരുന്നത് ശരിയല്ല എന്നും മന്ത്രി വ്യക്തമാക്കി. തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര മോശമാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് ഈ വിഷയം ഇപ്പം ഞങ്ങൾ കേൾക്കേണ്ടതില്ല, ഇത് ഹൈക്കോടതിയിൽ തന്നെ തുടർന്നാൽ മതി എന്നാണ്. അപ്പോൾ ഹൈക്കോടതിയിൽ തന്നെയാണ് ഇനി ഈ കേസ് തുടരുക. ഒന്ന്, അപ്പീലുമായി സുപ്രീം കോടതിയിൽ പോയവർക്കൊന്നും കിട്ടിയിട്ടില്ല. ആ ജാള്യതയിൽ സർക്കാരിനെ എന്തോ സുപ്രീം കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് ഇവിടെ ഇങ്ങനെ പ്രചരിപ്പിച്ച് നടന്നാൽ അതുകൊണ്ട് വല്ല ആശ്വാസം കിട്ടും. നിലവിലുണ്ടായിരുന്ന ബോർഡിന് എന്തെങ്കിലും അധികാരം തിരിച്ചു കൊടുത്തോ? ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. കേസ് ഇനിയും ഹൈക്കോടതിയിൽ തുടരും. എല്ലാ അഫിഡവിറ്റുകളും ഞങ്ങൾ ബന്ധപ്പെട്ട വക്കീലന്മാർ ചർച്ച ചെയ്യുമല്ലോ, ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ കേരളത്തിലെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത് BJP. കേരള ഹൈക്കോടതിയിൽ BJP സമർപ്പിച്ചിട്ടുള്ള ഹർജികളുടെ എല്ലാ വാദമുഖങ്ങളും സുപ്രീം കോടതി അംഗീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞു. മുസ്ലിം ലീഗ് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള ന്യായങ്ങളാണെന്നും രാജ്യത്തിന്റെ നിയമം എല്ലാവർക്കും ബാധകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് കേരളം എടുത്ത നിലപാട് ഗൗരവതരമെന്ന് മുൻ മന്ത്രി പി രാജീവ്. മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് എതിർക്കുന്നില്ല എന്നാണ് സർക്കാർ കോടതി അറിയിച്ചത്. എന്നിട്ടും വകുപ്പ് മന്ത്രി പറയുന്നത് മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണെന്നും പി രാജീവ് പ്രതികരിച്ചു. വഖഫ് ബോർഡിന്റെ അഭിപ്രായങ്ങളെല്ലാം പറയാം, വേണമെങ്കിൽ മറ്റ് കേസിനകത്ത് പറയാമെങ്കിൽ പോലും ഇവിടെ അതിന്റെ അതോറിറ്റി ഗവൺമെന്റാണ്. ഗവൺമെന്റ് വളരെ പ്രകടമായി നോൺ മുസ്ലിംസിനെ ഉൾപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല, ഞങ്ങൾ അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുണ്ട് എന്ന് കേരളത്തിന് വേണ്ടിയുള്ള സീനിയർ പ്ലീഡർ, സീനിയർ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. കേരളത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് ഒന്നുകൂടി എടുത്ത് ഞങ്ങൾ അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് ആവർത്തിച്ച് പറയുന്നതും ഈ വെബ് സ്ക്രീനിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ അതോടുകൂടി വളരെ വ്യക്തമായി നോൺ മുസ്ലിംസിനെ ഇനിയിപ്പോൾ BJPയുടെ ഓഫീസിൽ നിന്ന് ലിസ്റ്റ് കിട്ടേണ്ട താമസം ഉണ്ടാവുള്ളായിരിക്കും അത് വയ്ക്കാനായിട്ട്. ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സൗദി അറേബ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി. റിയാദിലെത്തിയ അദ്ദേഹത്തിന് സൗദി വിദേശകാര്യ മന്ത്രാലയത്തിലെ പൊളിറ്റിക്കൽ അഫയേഴ്സ് ഡെപ്യൂട്ടി മിനിസ്റ്റർ ഡോക്ടർ സയ്യിദ് അൽ സദി, സൗദിയിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹൈൽ ഖാൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. സന്ദർശന വേളയിൽ സൗദി ഊർജ്ജ മന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൽമാൻ രാജകുമാരൻ, വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ, സൗദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഡോക്ടർ മുസൈദ് അൽ എബാൻ എന്നിവരുമായി അദ്ദേഹം നിർണായക കൂടിക്കാഴ്ചകൾ നടത്തി. ഇന്ത്യ സൗദി ഉഭയകക്ഷി ബന്ധത്തിലെ പുരോഗതി വിലയിരുത്തിയ നേതാക്കൾ നിലവിലെ പ്രാദേശിക സാഹചര്യങ്ങളും പരസ്പര താൽപ്പര്യമുള്ള വിവിധ വിഷയങ്ങളും ചർച്ച ചെയ്തു. ഉംറ വിസ നിയമങ്ങളിൽ വൻ ഇളവുകൾ പ്രഖ്യാപിച്ച സൗദി അറേബ്യൻ ഹജ്ജ് ഉംറ മന്ത്രാലയം. ഒരു വർഷ കാലാവധിയുള്ള പുതിയ മൾട്ടിപ്പിൾ എൻട്രി ഉംറ വിസകൾ അനുവദിച്ചതാണ് കാതലായ മാറ്റം. പുതിയ ഇളവുകൾ പ്രകാരം തീർത്ഥാടകർക്ക് ഒരു വർഷത്തിനുള്ളിൽ എത്ര തവണ വേണമെങ്കിലും രാജ്യത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. എന്നാൽ പരമാവധി 90 ദിവസം വരെ മാത്രമേ സൗദിയിൽ തങ്ങാൻ അനുമതി ഉണ്ടാകൂ. സൗദിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വിസ താൽക്കാലികമായി ഡീആക്ടിവേറ്റ് ആകുകയും അടുത്ത യാത്രയിലേക്കുള്ള മാനദണ്ഡങ്ങൾ പൂർത്തിയാകുമ്പോൾ വീണ്ടും ആക്ടിവേറ്റ് ആകുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ തവണ യാത്ര തിരിക്കുന്നതിന് മുമ്പായി സൗദിയുടെ നുസുക് ആപ്പ് വഴി ഉംറ പെർമിറ്റ് എടുക്കേണ്ടതും സേവന പാക്കേജ് തിരഞ്ഞെടുക്കേണ്ടതും നിർബന്ധമാണ്. എന്നാൽ ഹജ്ജ് സീസൺ കാലയളവിൽ ഈ വിസ ഉപയോഗിച്ച് സൗദിയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച് സംഘം. കൂടുതൽ പരീക്ഷകളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഉത്തരവ് നടപ്പാക്കാത്ത PSCക്കെതിരെ വീണ്ടും വിവരാവകാശ കമ്മീഷന് മുമ്പിൽ പരാതി നൽകും.
PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം കൂടുതൽ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. മറ്റു പരീക്ഷകളിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നത് അന്വേഷിക്കും. ആസൂത്രണ ബോർഡിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ SITക്ക് PSC കൈമാറിയിരുന്നു. എന്നാൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ഈ രേഖകൾ ഉദ്യോഗാർത്ഥികൾക്ക് PSC കൈമാറിയിട്ടില്ല. ഒരു റാങ്ക് പട്ടിക കൂടി വരാനിരിക്കെ ഈ ഘട്ടത്തിൽ കൈമാറാനാകില്ല എന്നാണ് അപേക്ഷകർക്ക് നൽകിയ മറുപടി. ഉത്തരവ് നടപ്പാക്കാതെ PSC ഒത്തുകളിക്കുകയാണെന്ന് ആരോപിച്ച് ഉദ്യോഗാർത്ഥികൾ വീണ്ടും രംഗത്തു വന്നു. വിവരാവകാശ കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. അതേസമയം വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നായിരുന്നു PSC നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. UAE-യിൽ കനത്ത ചൂട് കണക്കിലെടുത്ത് ഡെലിവറി റൈഡർമാരുടെ സുരക്ഷയ്ക്കായി കൂടുതൽ നടപടികൾ സ്വീകരിച്ച് ഡെലിവറി കമ്പനികൾ. ഉച്ചവിശ്രമ സമയമായ 12:30 മുതൽ വൈകിട്ട് 3 വരെ ഓരോ റൈഡർക്കും പരമാവധി 3 ഓർഡറുകൾ മാത്രമാണ് അനുവദിക്കുന്നത്. റൈഡർമാർക്ക് സമീപത്തെ വിശ്രമ കേന്ദ്രങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന ആപ്പ് സൗകര്യവും ഡെലിവറി കമ്പനികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചവിശ്രമ സമയത്തെ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് സേവനങ്ങൾ തടസ്സമില്ലാതെ തുടരാനാണ് പുതിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വേനൽക്കാല സുരക്ഷാ ക്യാമ്പയിന്റെ ഭാഗമായി വാഹനങ്ങളുടെ ടയറുകൾ നിർബന്ധമായും പരിശോധിക്കണമെന്ന് അബുദാബി പോലീസ് ഡ്രൈവർമാരോട് അഭ്യർത്ഥിച്ചു. സമ്മർ വിത്ത് സേഫ്റ്റി, സമ്മർ വിത്തൗട്ട് ആക്സിഡന്റ് എന്നീ ബോധവൽക്കരണ ക്യാമ്പയിനുകളുടെ ഭാഗമായിട്ടാണ് അബുദാബി പോലീസ് ഈ മുന്നറിയിപ്പ് സന്ദേശം പുറത്തിറക്കിയിരിക്കുന്നത്. ടയറുകളിൽ കേടുപാടുകളോ വിള്ളലുകളോ ഉണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. UAE-യുടെ ആദ്യ ദേശീയ പേയ്മെന്റ് കാർഡ് പദ്ധതിയായ ജയ് വാൻ രാജ്യത്ത് ഘട്ടം ഘട്ടമായി വിതരണം ചെയ്തു തുടങ്ങി. UAE ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. രാജ്യത്ത് ഡിജിറ്റൽ പേയ്മെന്റുകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും സാമ്പത്തിക ഇടപാടുകൾ എളുപ്പമാക്കുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. യമൻ വിമതരായ ഹൂതികളുടെ ഭീഷണികൾക്ക് വില നൽകില്ല എന്നും ചെങ്കടൽ ബാബ് അൽ മന്ദബ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് അറബ് സഖ്യസേന. ഭീഷണികൾക്ക് ശക്തമായ മറുപടി നൽകുമെന്നും യമനിലെ നിയമാനുസൃത സർക്കാരിനെ പിന്തുണയ്ക്കുന്ന അറബ് സഖ്യസേന വ്യക്തമാക്കി. സംയുക്ത സഖ്യസേന വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കിയാണ് റിയാദിൽ വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കെയ്ഫാൻ എന്ന കുവൈറ്റിന്റെ എണ്ണക്കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കുവൈറ്റ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. കുവൈറ്റിലെ ഇറാൻ സ്ഥാനപതി മുഹമ്മദ് ഉദോഞ്ചിയെ വിളിച്ചു വരുത്തിയാണ് കുവൈറ്റ് വിദേശകാര്യ ഉപമന്ത്രി അഹമ്മദ് സുലൈമാൻ അൽ മിഷാൻ പ്രതിഷേധക്കുറിപ്പ് കൈമാറിയത്. തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച കുവൈറ്റ് എണ്ണക്കപ്പൽ ആക്രമിക്കപ്പെട്ടത്. സംഭവത്തിൽ ജീവനക്കാരിൽ ചിലർക്ക് പരിക്കേറ്റതായും കുവൈറ്റ് അറിയിച്ചിരുന്നു. കുവൈറ്റിന്റെ പരമാധികാരത്തിനും ദേശീയ താൽപ്പര്യങ്ങൾക്കും നേരെയുള്ള ഗുരുതരമായ ലംഘനമാണെന്നും ഉപവിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇറാൻ നടത്തുന്ന നിയമവിരുദ്ധ ആക്രമണങ്ങൾ ഉടൻ തന്നെ അവസാനിപ്പിക്കണമെന്നും കുവൈറ്റ് ആവശ്യപ്പെട്ടു. കുവൈറ്റിലെ മഹബൂല പ്രദേശത്തെ ഒരു മണി എക്സ്ചേഞ്ചിൽ നടത്തിയ കവർച്ചാ കേസിൽ നൈജീരിയൻ സംഘത്തിലെ 4 പ്രതികൾക്ക് 7 വർഷത്തെ തടവ് ശിക്ഷ. കേസിലെ 5-ാം പ്രതിക്ക് 6 മാസത്തെ തടവ് ശിക്ഷയും കോടതി നൽകി. എക്സ്ചേഞ്ച് ഓഫീസിലെ ജീവനക്കാരെ വ്യാജ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് പ്രതികൾ വിദേശ കറൻസി ഉൾപ്പെടെ ഏകദേശം 4600 കുവൈറ്റ് ദിനാർ കവർന്നത്. 1-ാം പ്രതിയുടെ സഹായത്തോടെ 3-4 പ്രതികൾ പണം കൈക്കലാക്കിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. കേസിൽ 4 പ്രതികൾക്ക് 7 വർഷവും 5-ാം പ്രതിക്ക് 6 മാസവും തടവ് ശിക്ഷ വിധിച്ച ക്രിമിനൽ കോടതി ഉത്തരവ് അപ്പീൽ കോടതിയും ശരിവയ്ക്കുകയായിരുന്നു. കുവൈറ്റിലേക്ക് ലഹരിമരുന്ന് കടത്തുവാനുള്ള ശ്രമം ആഭ്യന്തര മന്ത്രാലയവും കസ്റ്റംസ് വകുപ്പും ചേർന്ന് പരാജയപ്പെടുത്തി. ലഹരി വസ്തു കലർത്തിയ 210 A4 പേപ്പർ ഷീറ്റുകളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ശ്രീലങ്കൻ പൗരന്മാരായ 2 പേരെ അറസ്റ്റ് ചെയ്തു. പേപ്പർ ഷീറ്റുകൾ സാധാരണ മാർഗനിർദ്ദേശ പുസ്തകങ്ങളുടെയും ലഘുലേഖകളുടെയും രൂപത്തിലാക്കിയാണ് ഒളിപ്പിച്ചിരുന്നത്. പിന്നീട് അവ 10 വൈദ്യുത വിളക്കുകളുടെ അകത്തായി സൂക്ഷിച്ച് രാജ്യത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു. കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീഞ്ഞ്, ഹോക്കി സ്റ്റിക്കുകൾ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ, സിമന്റ് ഉൾപ്പെടെയുള്ള നിർമ്മാണ വസ്തുക്കൾ, ഊർജ്ജം, പൊട്ടാഷ് തുടങ്ങിയ നിർണായക ധാതുക്കൾ, മത്സ്യം തുടങ്ങിയ നിരവധി പ്രധാന കയറ്റുമതികൾ ഒഴിവാക്കപ്പെടും. 1 മാസത്തിനകം തീരുവ പ്രാബല്യത്തിൽ വരുമെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. അതേസമയം അമേരിക്കയുമായുള്ള ചർച്ചകൾ തുടരുമെന്ന് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നിലവിലെ അസ്വാരസ്യങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നതാണ് അമേരിക്കയുടെ പുതിയ നടപടികളെന്നും മാർക്ക് കാർണി ആരോപിച്ചു. പാലാ നഗരസഭയിൽ ഇടതുപക്ഷം അവതരിപ്പിച്ച അവിശ്വാസം കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെ പാസായി. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായിരുന്ന ദിയ ബിനു പുറത്തായി. UDF തന്നെ നഗരസഭയിൽ അധികാരത്തിൽ വരുമെന്ന് അവിശ്വാസത്തെ പിന്തുണച്ച് കോൺഗ്രസ് കൗൺസിലർമാർ പറഞ്ഞു. അവിശ്വാസത്തെ പിന്തുണച്ചവരുമായി സഹകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ബിജു പാലൂപ്പടവൻ സൂചന നൽകി. ജനാധിപത്യപരമായ നടപടിയെ മാനിക്കുന്നുവെന്നും UDF-നൊപ്പം ഉറച്ചു നിൽക്കുമെന്നും ദിയ ബിനു വ്യക്തമാക്കി.
17 പേരുടെ വോട്ടോടെയാണ് പാലാ നഗരസഭയിൽ ചെയർപേഴ്സണെതിരായ അവിശ്വാസ പ്രമേയം പാസായത്. പാർട്ടി വിപ്പ് ലംഘിച്ച് 4 കോൺഗ്രസ് കൗൺസിലർമാർ അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഉപാധ്യക്ഷ മായ രാഹുലും അവിശ്വാസത്തെ പിന്തുണച്ചു. പാർട്ടി വിപ്പ് ലഭിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ഭരണം തന്നെ നഗരസഭയിൽ ഉണ്ടാകുമെന്നും അവിശ്വാസത്തെ അനുകൂലിച്ച കോൺഗ്രസ് കൗൺസിലർമാർ പറഞ്ഞു. പാലായിലെ ഓരോ UDF പ്രവർത്തകർ ചോരയും നീരുവാക്കി സ്വതന്ത്ര മുന്നണിക്ക് പിന്തുണ കൊടുത്തപ്പോൾ അവിടെ പോലും സ്ഥാനാർത്ഥി നിർത്താതെ ഞങ്ങൾ നിർത്തിയപ്പം അവർ ആദ്യമേ എന്താ കാണിച്ചത്? LDF അവിശ്വത്ത് വിട്ട് കൂട്ടുകെട്ടുണ്ടാക്കാനാണ് ശ്രമിച്ചത്. അവർ എല്ലാ രീതിയിലും അവിശ്വത്ത് കൂട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രവർത്തകരാണ് UDF പ്രവർത്തകർ. UDFിന്റെ ചെയർമാൻ ഒരു കാര്യം പറയുന്നു, അതിനെതിരെ പറയുന്നത് എങ്ങനെയാണ്? അവിശ്വാസം പാസ്സാക്കിയത് UDF പാലാ നിയന്ത്രണത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. അവിശ്വാസം മണ്ഡലം കമ്മിറ്റിയാണ് പ്രമേയം പാസ്സാക്കിയത്. സത്യത്തിന്റെയും നീതിയുടെയും വിജയമാണ് ഉണ്ടായിരിക്കുന്നതെന്നും അവിശ്വാസത്തെ പിന്തുണച്ചവരുമായി ഭാവിയിൽ സഹകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ബിജു പാലുപടവൻ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും ഈ കുടുംബ കൂട്ടായ്മയുമായി ചേർന്ന് ഒരു ഭരണത്തിനുമില്ല എന്ന് തീരുമാനിച്ചത് ഈ കാവ്യ നടക്കാൻ വേണ്ടിയാണ്. പാലായ്ക്ക് ഒരു പാരമ്പര്യമുണ്ടായിരുന്നു, പാലായ്ക്ക് ഒരു SS ഉണ്ടായിരുന്നു. മാണിസാറ് വിഭാവനം ചെയ്ത പാല, നല്ല സുന്ദരമായൊരു പാല, അതിന്റെ ആ കാലഘട്ടത്തിന്റെ ഒരു കോട്ടമാണ് കഴിഞ്ഞ 6 മാസക്കാലം വന്നത്. ജനാധിപത്യപരമായ നടപടിയെ മാനിക്കുന്നുവെന്ന് പുറത്തായ ചെയർപേഴ്സൺ ദിയ ബിനു പ്രതികരിച്ചു. എന്നും UDF തീരുമാനത്തിനൊപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത്. അത് തുടരുമെന്നും ദിയ വ്യക്തമാക്കി. നേതൃത്വം എപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ UDFിന്റെ ബാക്കിംഗ് എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കൗൺസിലറായിട്ട് വന്ന ചെയർപേഴ്സൺ ഒരു വലിയ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. എനിക്ക് അവസരം ഉണ്ടാക്കി തന്നതും UDF ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമാണ്. അപ്പോൾ ആ ഒരു കടപ്പാട് എനിക്ക് എപ്പോഴും അവരോട് കാണും. UDFിന്റെ തീരുമാനത്തിനെതിരായ കോൺഗ്രസ് കൗൺസിലർമാരുടെ നടപടിക്കെതിരെ കോൺഗ്രസ് പാർട്ടി തന്നെ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സ്വതന്ത്ര കൂട്ടായ്മ അംഗം ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. ആരാധനായ മുഖ്യമന്ത്രിയുടെയോ ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ ഉൾപ്പെടെയുള്ള നിർദ്ദേശമനുസരിച്ചാണ് വിപ്പ് നൽകിയതും അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് വിമതർ. അപ്പോൾ തീർച്ചയായും നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. സ്വതന്ത്ര കൂട്ടായ്മയോടുള്ള ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിലെ ചില കൗൺസിലർമാരുടെയും എതിർപ്പ് ഒന്നിച്ചപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണായിരുന്ന ദിയ ബിനു പുറത്തായി. നഗരസഭാ ഭരണത്തിന്റെ ഭാവി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് LDFും UDFും വിമതരും പറയുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. ശബരിമല തന്ത്രിസ്ഥാനത്ത് പുതിയ മാറ്റത്തിന് വഴിയൊരുങ്ങുന്നു. കണ്ഠരര് രാജീവർക്ക് പകരം മകൻ കണ്ഠരര് ബ്രഹ്മദത്തിനെ പുതിയ തന്ത്രിയായി നിയോഗിച്ചേക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറി നിൽക്കാൻ രാജീവര് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയതിനെ തുടർന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കോടതി അനുമതി ലഭിച്ചാൽ വരുന്ന ചിങ്ങമാസ പൂജകൾ മുതൽ ബ്രഹ്മദത്തനാകും പുതിയ തന്ത്രി. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം തന്ത്രിസ്ഥാനത്ത് നിന്ന് മാറാൻ അനുവദിക്കണമെന്ന് കണ്ഠരര് രാജീവര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ബോർഡ് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത്. കോടതിയുടെ ഭാഗത്തു നിന്ന് അനുകൂല തീരുമാനമുണ്ടായാൽ ഇത്തവണത്തെ ചിങ്ങമാസ പൂജകൾക്കായി നട തുറക്കുന്ന ആഗസ്റ്റ് 16 മുതൽ കണ്ഠരര് ബ്രഹ്മദത്തൻ ശബരിമല തന്ത്രിയായി ചുമതലയേൽക്കും. കൂടാതെ വരാനിരിക്കുന്ന മേൽശാന്തി റിക്രൂട്ട്മെന്റ് ബോർഡിലേക്കും ബ്രഹ്മദത്തനെ ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് വിവരം. ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു മലയാള വർഷത്തിൽ ടേൺ അടിസ്ഥാനത്തിലാണ് താഴ്മൺ മഠത്തിലെ 2 കുടുംബങ്ങൾ ശബരിമലയിൽ താന്ത്രിക കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. നിലവിൽ മുതിർന്ന തന്ത്രി കണ്ഠരര് മോഹനരുടെ മകൻ കണ്ഠരര് മഹേഷ് മോഹനരാണ് തന്ത്രിസ്ഥാനത്തുള്ളത്. അദ്ദേഹത്തിന്റെ കാലാവധി ആഗസ്റ്റ് 2 നടക്കുന്ന നിറപുത്തരി പൂജകളോടെ പൂർത്തിയാകും. തുടർന്ന് വരുന്ന അടുത്ത ടേണിലാണ് ബ്രഹ്മദത്തിന് അവസരമൊരുങ്ങുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. നിതിൻ രാജിന്റെ മരണത്തിലെ മുഖ്യപ്രതിയായ ഡോക്ടർ റാമിന്റെ ജാമ്യത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന ആരോപണം. DGPയോട് റിപ്പോർട്ട് തേടിയ ആഭ്യന്തരമന്ത്രി കേസിന്റെ തുടർ നടപടിക്കായി പുതിയ അന്വേഷണ സംഘത്തിന് ചുമതല നൽകി. SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. പോലീസിന് ഏറെ അവമതിപ്പുണ്ടാക്കിയ കേസിലാണ് ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കോളിളക്കമുണ്ടാക്കിയ കേസിലെ മുഖ്യപ്രതി 3 മാസത്തോളം ഒളിവിലായിരുന്നു. സുപ്രീംകോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചതിനെ തുടർന്നാണ് അന്വേഷണ സംഘം ആന്ധ്ര, കർണാടക സംസ്ഥാനങ്ങളിൽ തെരച്ചിൽ നടത്തി ഡോക്ടർ റാമിനെ പിടികൂടിയത്. എന്നിട്ടും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നാണ് ആരോപണം. കോടതിയിൽ ഹാജരാക്കുമ്പോൾ കസ്റ്റഡി അപേക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ കാര്യക്ഷമമാക്കിയിരുന്നില്ല. സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുള്ള നടപടികളും പാലിച്ചില്ല. അത്യന്തം നാടകീയ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ അരങ്ങേറിയത്. പ്രതിയെ രക്ഷിക്കാനായി അന്വേഷണ സംഘം ഒത്തുകളിച്ചുവെന്ന ആക്ഷേപം ശക്തമാണ്. പോലീസ് പ്രതിക്കൂട്ടിലായ സംഭവത്തിൽ ഇപ്പോൾ DGPയോട് ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട എല്ലാ നിബന്ധനകളും സുപ്രീം കോടതി ഉത്തരവുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഈ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഉത്തരമേഖല IG വിമലാദിത്യയോട് ആവശ്യപ്പെട്ടു. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല നൽകി. SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പുതിയ സംഘം കേസിന്റെ തുടർ നടപടികൾ നിർവഹിക്കും. ഡോക്ടർ റാമിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള നിയമ നടപടികളിലേക്ക് അന്വേഷണ സംഘം അതിവേഗത്തിൽ കടക്കുകയാണ്.
പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ അന്വേഷണവുമായി മുന്നോട്ടു പോകാനാകുകയുള്ളൂ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലോകകപ്പ് ഫൈനലിലെ പരാജയത്തിന് പിന്നാലെ സ്പാനിഷ് താരങ്ങളെ അർജന്റീന താരങ്ങൾ കയ്യേറ്റം ചെയ്തെന്ന സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ഫിഫ. ഫൈനലിന് ശേഷമാണ് ഗ്രൗണ്ടിൽ കൂട്ടത്തല്ലുണ്ടായത്. അർജന്റീന പ്രതിരോധ താരം മൊളീന, മിഡ്ഫീൽഡർ ലിയൻഡ്രോ പെരദീസ്, സഹപരിശീലനം അർജന്റീനയുടെ മുൻതാരവുമായ ഫാബിയൻ അയാളെ എന്നിവർക്കെതിരെയാണ് ഫിഫയുടെ അച്ചടക്ക നടപടി അന്വേഷിക്കുന്നത്. ഫിഫ ഡിസിപ്ലിനറി ആക്ടിലെ ആർട്ടിക്കിൾ 36 പ്രകാരമാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. പ്രത്യേക പ്രോസിക്യൂട്ടറെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ താരങ്ങൾക്ക് വിലക്കുൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.